ക്ലാസ് 9 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് അവേഴ്സ് ആൻഡ് ഇയേഴ്സ് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹാഫ് എ ഡേ അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് പറയുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ പ്രിഫേസ് ആയിട്ടുള്ള ഈ ഭാഗം കൂടി ഒന്ന് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. നമുക്ക് വായിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ടൈം മൂവ്സ് ഓൺ കോൺസ്റ്റന്റ്ലി. സമയം നിരന്തരമായി കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഷേപ്പിംഗ് അവർ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. സമയമാണ് നമ്മുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം ഷേപ്പ് ചെയ്യുന്നത്, രൂപപ്പെടുത്തിയെടുക്കുന്നത്, അല്ലേ? Memories are like threads woven into the fabric of our lives in moments of joy and sorrow. Memories are like threads. ഓർമ്മകൾ നൂല് പോലെയാണ്. woven into the fabric of our lives. നമ്മുടെ ജീവിതമാകുന്ന ആ വസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ തുണിയിലേക്ക് നെയ്തെടുത്തിരിക്കുന്ന നൂല് പോലെയാണ് ഓർമ്മകൾ. ഈ ഓർമ്മകളിൽ എന്തെല്ലാമാണുള്ളത്? നമ്മുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും നിമിഷങ്ങൾ. ജീവിതം എല്ലാവർക്കും സന്തോഷവും സങ്കടവും നിറഞ്ഞതാണ്. ഈ ഓർമ്മകൾ ജീവിതമാകുന്ന ഈ വസ്ത്രത്തിലെ അല്ലെങ്കിൽ ഈ തുണിയിലെ നൂല് പോലെയാണ്. ഡു യു എഗ്രി? നിങ്ങൾ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? നൗ ലെറ്റ്സ് റീഡ് എ ഷോർട്ട് സ്റ്റോറി പോർട്രേയിങ് എ മാൻസ് ജേർണി ഓഫ് ലൈഫ് ഇൻ ദി ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഹിസ് സറൗണ്ടിങ്സ് ആൻഡ് സൊസൈറ്റി. ഇനി നമുക്കൊരു ചെറുകഥ വായിക്കാം. ദാറ്റ് സ്റ്റോറി പോർട്രേറ്റ്സ് എ മാൻസ് ജേർണി ഓഫ് ലൈഫ്. ഒരു മനുഷ്യന്റെ ജീവിത കഥയാണ് ഈ സ്റ്റോറിയിലൂടെ പോർട്രേ ചെയ്യുന്നത്, അതായത് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ സറൗണ്ടിങ്സിലും സമൂഹത്തിലും സംഭവിക്കുന്ന ചേഞ്ചസും. എങ്ങനെ ഒരു മനുഷ്യൻ ബാല്യത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സറൗണ്ടിങ്സിൽ പരിസരത്തിലും സൊസൈറ്റിയിലും എല്ലാം സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഒരു കഥ, ഒരു കുഞ്ഞു കഥ നമുക്ക് വായിക്കാം. ഹാഫ് എ ഡേ. നഗീബ് മഹ്ഫൂസ് എന്ന ഈജിപ്ഷ്യൻ റൈറ്ററാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നോബൽ പ്രൈസ് എല്ലാം ലഭിച്ചിട്ടുള്ള പ്രശസ്തനായ ഒരു കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഹാഫ് എ ഡേ. ഇനി നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങാം. ഐ പ്രൊസീഡഡ് എലോങ് സൈഡ് മൈ ഫാദർ. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ നടന്നു, മുന്നോട്ട് പോയി. പ്രൊസീഡഡ് എന്ന് പറയുമ്പോൾ മുന്നോട്ട് പോയി. എലോങ് സൈഡ് അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ അരികെ അല്ലെങ്കിൽ അച്ഛൻ്റെ വശത്തുകൂടെ, ഇതെല്ലാമാണ് ആ വേർഡിന് അർത്ഥം. ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. അച്ഛൻ്റെ വലതുകൈ മുറുകെ പിടിച്ച്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. അച്ഛൻ നടക്കുന്നത് വലിയ നീളമുള്ള ചുവടുകൾ വെച്ചാണ്. അത്ര വേഗത്തിൽ ഈ കുട്ടിക്ക് നടക്കാനാവുന്നില്ല, അതുകൊണ്ട് തന്നെ അവന് ഓടേണ്ടി വരുന്നു അച്ഛൻ്റെ ഒപ്പം എത്തുന്നതിന് വേണ്ടി. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. കീപ്പ് അപ്പ് വിത്ത് എന്ന് പറയുമ്പോൾ ഒപ്പം എത്തുന്നതിന് വേണ്ടി, അച്ഛൻ്റെ നീളമുള്ള ആ ചുവടുകൾക്ക് ഒപ്പം എത്തുന്നതിന് വേണ്ടി ഓടിക്കൊണ്ട് അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ച് ഞാൻ അച്ഛൻ്റെ അരികിലൂടെ, അച്ഛൻ്റെ വശത്തുകൂടെ മുന്നോട്ട് പോയി. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. All my clothes were new. എൻ്റെ ഡ്രസ്സുകളെല്ലാം, വസ്ത്രങ്ങളെല്ലാം പുതുതായിരുന്നു. The black shoes. ഞാൻ ധരിച്ചിരുന്ന ഒരു കറുത്ത നിറത്തിലുള്ള ഷൂസ് ആയിരുന്നു. The green school uniform. എൻ്റെ സ്കൂളിലെ യൂണിഫോം പച്ച നിറത്തിലുള്ളതായിരുന്നു. And the red tarbush. ടർബൂഷ് എന്ന് പറയുമ്പോൾ ക്യാപ്പ്. ഒരു ചുവന്ന നിറത്തിലുള്ള തൊപ്പിയും ഞാൻ വെച്ചിരുന്നു. My delight in my new clothes, however, were mixed. പുതിയ ഡ്രസ്സ് ധരിക്കുന്നതിൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും, ഡിലൈറ്റ് എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ്, സന്തോഷം, അതിൽ സന്തോഷം ഉണ്ടെങ്കിലും അതൊരു മിക്സ്ഡ് ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതായത് എനിക്ക് സന്തോഷം മാത്രമല്ല അനുഭവപ്പെട്ടത്, മറ്റു പല വികാരങ്ങളും എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. ഇതൊരു ആഘോഷിക്കാനുള്ള ദിവസമൊന്നും ആയിരുന്നില്ല, ഉത്സവ ദിവസമൊന്നും ആയിരുന്നില്ല, പെരുന്നാൾ ആയിരുന്നില്ല. But the day on which I was to be cast into school for the first time. പുതിയ ഡ്രസ്സുകൾ പൊതുവേ നമ്മൾ ഉത്സവ ദിവസങ്ങളിൽ, പെരുന്നാളിനും മറ്റുമൊക്കെയാണ് ധരിക്കുക. ഇത് പക്ഷെ പെരുന്നാളായിരുന്നില്ല, മറിച്ച് ഈ ദിവസം എന്നെ ആദ്യമായി സ്കൂളിലേക്ക് വിടുന്ന ദിവസമാണ്. But the day on which I was to be cast into school for the first time. ആദ്യമായി ഞാൻ സ്കൂളിലേക്ക് എന്നെ അയക്കുന്ന ദിവസമാണ്, അങ്ങോട്ട് പറിച്ചു നടുന്ന ദിവസമാണ്. My mother stood at the window watching us. അച്ഛൻ്റെ കൂടെ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോൾ അമ്മ ജനലിന്റെ അവിടെ നിന്ന് ഇവരെ നോക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ഐ വുഡ് ടേൺ ടുവാർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം. ഞാൻ കൂടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും, അമ്മയുടെ അടുത്തേക്ക്. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ഞാനും അച്ഛനും ഒരു സ്ട്രീറ്റിലൂടെ, ഒരു തെരുവിലൂടെ, ആ തെരുവിന്റെ രണ്ട് വശങ്ങളിലും പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അത്ര ഒരു തെരുവിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ലൈൻഡ് വിത്ത് ഗാർഡൻസ് എന്ന് പറയുമ്പോൾ ആ തെരുവിന്റെ ഇരുവശങ്ങളിലും പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഓൺ ബോത്ത് സൈഡ്സ് വർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. അതുപോലെ തന്നെ അതിനും അപ്പുറത്തായിട്ട് വിശാലമായ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ്, പാടങ്ങൾ ഉണ്ടായിരുന്നു. പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, പലതരത്തിലുള്ള വിളകൾ പാകിയ, വിളകൾ വളരുന്ന പാടങ്ങൾ ഉണ്ടായിരുന്നു.
പ്രിക്ലി പിയേഴ്സ്, മുള്ളുചെടികൾ ഉണ്ടായിരുന്നു. ഹെന്ന ട്രീസ്, മൈലാഞ്ചി മരങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്യൂ ഡേറ്റ് പാംസ്, അതുപോലെ തന്നെ കുറച്ച് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. വൈ സ്കൂൾ? ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. എനിക്ക് സ്കൂളിൽ പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനോട് നേരിട്ട് തന്നെ ചോദിക്കുകയാണ്, എന്തിനാ സ്കൂളിലേക്ക് അയക്കുന്നത്? വൈ സ്കൂൾ? ഐ ചലഞ്ച്ഡ്. ചലഞ്ച്ഡ് എന്ന വാക്കിന് വെല്ലുവിളിച്ചു എന്നൊരർത്ഥമുണ്ട്. ഇവിടെ വെല്ലുവിളിക്കുക എന്നൊരു മീനിങ് എടുക്കണ്ട. അച്ഛൻ്റെ ആ ഒരു തീരുമാനത്തോട്, എന്നെ സ്കൂളിലേക്ക് അയക്കാനുള്ള അച്ഛൻ്റെ ആ തീരുമാനത്തിനോടുള്ള എൻ്റെ വിയോജിപ്പ്, അത് ഞാൻ പരസ്യമായി തന്നെ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചു. അത്രയും മനസ്സിലാക്കുക. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോ യു. അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്ന, അച്ഛനെ അലോസരപ്പെടുത്തുന്ന, മുഷിപ്പിക്കുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല. പിന്നെ എന്തിനാണ് എന്നെ സ്കൂളിലേക്ക് അയക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഒരാളെ അനോയ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർക്ക് ദേഷ്യം വരുന്ന, അവരെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അർത്ഥം. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന, ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഐ എം നോട്ട് പണിഷിംഗ് യു ആം ഐ, ഹി സെഡ്. അച്ഛൻ പറയുന്നത് അതാണ്. ഞാൻ നിന്നെ ശിക്ഷിക്കുകയല്ല, ആണോ? ലാഫിംഗ്. അച്ഛൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെന്റ്. സ്കൂൾ ഒരു ശിക്ഷയല്ല. ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. കുട്ടികളെ സമൂഹത്തിന് ഉപകരിക്കുന്ന വ്യക്തികളാക്കി മാറ്റുന്ന ഒരു ഫാക്ടറിയാണത്. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വലുതാവണമെന്നില്ലേ? വലിയ ആളായി മാറണമെന്നില്ലേ? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. അച്ഛൻ ഈ പറഞ്ഞതൊന്നും എനിക്ക് ബോധ്യമായില്ല. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. അച്ഛൻ ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും എനിക്ക് അതൊന്നും ബോധ്യമായില്ല. I did not believe there was really any good to be had in tearing me away from the intimacy of my home. എന്നെ എൻ്റെ വീട്ടിൽ നിന്ന്, അതിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന്, അവിടുത്തെ ആ ഒരു അടുപ്പത്തിൽ നിന്ന്, അതിൽ നിന്നെല്ലാം എന്നെ പറിച്ചു മാറ്റി, അടർത്തി മാറ്റി എന്നെ സ്കൂളിലേക്ക് അയക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ്. ഞാൻ വിശ്വസിച്ചില്ല. ദർ വാസ് റിയലി എനി ഗുഡ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം. ടു ബി ഹാഡ്. ഇൻ ടിയറിംഗ് മീ എവേ. എന്നെ അടർത്തി മാറ്റുന്നതിൽ, പറിച്ചു മാറ്റുന്നതിൽ. ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം. എൻ്റെ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ അടുപ്പത്തിൽ നിന്ന്. ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ഈ കെട്ടിടത്തിലേക്ക് എന്നെ ഇങ്ങനെ അടർത്തി മാറ്റുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് എനിക്ക് വിശ്വാസമായില്ല. ഞാൻ വിശ്വസിച്ചില്ല. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ്, സ്റ്റേൺ ആൻഡ് ഗ്രിം. സ്കൂൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതൊരു വലിയ, ഹൈ വാൾഡ് എന്ന് പറയുമ്പോൾ വലിയ ചുമരുകളുള്ള ഒരു ഫോർട്രസ്, ഒരു കോട്ട പോലെയാണ് തോന്നുന്നത്. സ്റ്റേൺ ആൻഡ് ഗ്രിം. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം എനിക്കത് വളരെ കണിശമായും പരുക്കനായും പരുഷമായും എല്ലാമാണ് അനുഭവപ്പെടുന്നത്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ്. ഞങ്ങൾ സ്കൂളിന്റെ ഗേറ്റിൽ എത്തിയപ്പോൾ വി കുഡ് സീ ദ കോർട്ട്യാർഡ്. എനിക്ക് സ്കൂളിന്റെ മുറ്റം കാണാൻ കഴിഞ്ഞു. വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. വളരെ വിശാലമായിരുന്നു ആ മുറ്റം. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഒത്തിരി പേരെ, കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഗോ ഇൻ ബൈ യുവർ സെൽഫ്. നീ തനിച്ച് തന്നെ അകത്തേക്ക് പോ. സെറ്റ് മൈ ഫാദർ. അച്ഛൻ അങ്ങനെ പറഞ്ഞു. ബൈ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ എലോൺ, ഒറ്റയ്ക്ക് ഉള്ളിലേക്ക് പൊക്കോളൂ. ഗോ ഇൻ ബൈ യുവർ സെൽഫ് ആൻഡ് ജോയിൻ ദം. എന്നിട്ട് ആ കുട്ടികളുടെ കൂടെ ചേരും. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. നിന്റെ മുഖത്ത് ഒരു ചിരി ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നീ മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയാവട്ടെ. വോണ്ട് യു? അങ്ങനെ ആവില്ലേ? അച്ഛൻ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണ്. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. വോണ്ട് യു? ഐ ഹെസിറ്റേറ്റഡ്. ഞാൻ മടിച്ചു നിന്നു. ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. അച്ഛൻ്റെ കയ്യിൽ പിന്നെയും പിടിച്ചു തൂങ്ങി. ബട്ട് ഹി ജെന്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. പക്ഷേ അച്ഛൻ എന്നെ പതുക്കെ, ജെന്റ്ലി, എന്നെ അച്ഛനിൽ നിന്ന് തള്ളി മാറ്റി. സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി ഒന്നങ്ങോട്ട് തള്ളി. ബി ബോൾഡ്. ധൈര്യമായിട്ടിരിക്കുക. ഹി സെഡ്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്നാണ് നീ യഥാർത്ഥത്തിൽ ജീവിതം തുടങ്ങുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ് ഈസ് ടൈം ടു ലീവ്. വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമാവുമ്പോൾ ഞാൻ ഇവിടെ നിന്നെ കാത്തു നിൽക്കുന്നത് നീ കാണും. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ് ഈസ് ടൈം ടു ലീവ്. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക്ഡ്. ഞാൻ അകത്തേക്ക് പോയി. ഗേറ്റിനകത്തേക്ക് കടന്നു. ഏതാനും ചുവടുകൾ വെച്ചു. പിന്നെ നിന്നു. എന്നിട്ട് നോക്കി. ബട്ട് സോ നത്തിങ്. പക്ഷെ ഒന്നും കണ്ടില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. പിന്നെ എൻ്റെ ദൃഷ്ടിയിൽ വരുന്നത് ആ സ്കൂളിന്റെ മുറ്റത്തുള്ള കുട്ടികളുടെ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മുഖങ്ങളായിരുന്നു. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. എനിക്ക് അവരിൽ ആരെയും അറിയില്ലായിരുന്നു. ഒരാളെ പോലും അറിയില്ലായിരുന്നു. നൺ ഓഫ് ദം ന്യൂ മീ. അവർക്കും എന്നെ അറിയില്ല. അവർക്കാർക്കും എന്നെയും അറിയില്ല. I felt I was a stranger who had lost his way.
വഴി തെറ്റിയ ഒരു അപരിചിതനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. വഴി തെറ്റിപ്പോയ ഒരു അപരിചിതനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി were directed towards me and a boy approached and asked, who brought you? എനിക്കെങ്ങനെ ഞാനൊരു അപരിചിതനായി എന്ന് തോന്നിയെങ്കിൽ പോലും അവിടെയുള്ള മറ്റു കുട്ടികൾ അവര് കൗതുകത്തോടെ ജിജ്ഞാസയോടെ എന്നെ നോക്കാൻ തുടങ്ങി. ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ ജിജ്ഞാസയുള്ള ദൃഷ്ടികൾ, ജിജ്ഞാസയോടെയുള്ള നോട്ടം, അത് എൻ്റെ നേർക്ക് വരാൻ തുടങ്ങി. എൻ്റെ ബോയ് അപ്രോച്ച്ഡ്, ഒരു ആൺകുട്ടി എന്നെ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, ഹൂ ബ്രോട്ട് യു? ആരാണ് നിന്നെ കൊണ്ടുവന്നത്? മൈ ഫാദർ, ഐ വിസ്പേർഡ്. എൻ്റെ അച്ഛൻ, ഞാൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. മൈ ഫാദർ ഈസ് ഡെഡ്, ഹി സെഡ് ക്വൈറ്റ് സിംപ്ലി. ഇത് കേൾക്കുമ്പോൾ ആ കുട്ടി പറയുന്നത്, എൻ്റെ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു. അവനത് വളരെ നിസ്സാരമായി അങ്ങനെ പറഞ്ഞു. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. എന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്. ഗേറ്റ് അടഞ്ഞു. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. ഇരുമ്പിന്റെ എല്ലാം ഗേറ്റുകൾ അടയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ശബ്ദം, എണ്ണയെല്ലാം കൊടുക്കാത്തതിന്റെ കുഴപ്പമായി ഉണ്ടാവുന്ന ആ ശബ്ദം, അതിനാണ് സ്ക്രീച്ച് എന്ന് പറയുന്നത്. പിറ്റിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ദയവ് തോന്നുന്ന രീതിയിൽ, ദയ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു കരച്ചിൽ പോലെ, പിറ്റിയബിൾ സ്ക്രീച്ച്. സം ഓഫ് ദി ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ഗേറ്റ് അടഞ്ഞു, സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്, ചില കുട്ടികൾ കരയാൻ തുടങ്ങി. സം ഓഫ് ദി ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ് എന്ന് പറയുമ്പോൾ അവർ കരയാൻ തുടങ്ങി. ദ ബെൽ റാങ്. ബെല്ലടിച്ചു. എ ലേഡി കെയിം എലോങ്. ഒരു സ്ത്രീ വന്നു. ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. അതിനുശേഷം ആ സ്ത്രീയുടെ കൂടെ കുറച്ച് പുരുഷന്മാരും വന്നു. എ ഗ്രൂപ്പ് ഓഫ് മെൻ. ദ മെൻ ബിഗാൻ സോർട്ടിങ് us into റാങ്ക്സ്. ഈ വന്ന പുരുഷന്മാര് ഈ കുട്ടികളെ എല്ലാം ഓരോ റാങ്കുകളിലേക്കായി തരം തിരിക്കാൻ തുടങ്ങി. ദേ ബിഗാൻ സോർട്ടിങ് us, തരം തിരിക്കാൻ തുടങ്ങി. ദിസ് ഈസ് യുവർ ന്യൂ ഹോം, സെഡ് ദ വുമൺ. വന്ന ആ സ്ത്രീ അവർ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഹിയർ ടു, ഇവിടെയും അച്ഛന്മാരും ഉണ്ട്, അമ്മമാരും ഉണ്ട്. ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഹിയർ ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു നോളേജ് ആൻഡ് ലൈഫ്. ഇവിടെ എല്ലാം ഉണ്ട്, ആസ്വാദ്യമായത്, എൻജോയബിൾ, ബെനിഫിഷ്യൽ, ഉപകാരപ്രദമായത്. അറിവിനും അതേപോലെ തന്നെ ജീവിതത്തിനും ഉപകാരപ്രദമായതും ആസ്വാദ്യകരവുമായ എല്ലാം ഇവിടെയുണ്ട്. ഡ്രൈ യുവർ ടിയേഴ്സ്. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കൂ. ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. സന്തോഷത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കൂ. കൊണ്ടു, നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ? ടീച്ചർ അങ്ങനെ ചോദിച്ചു. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങളുടെ പുരോഗതിക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. അതുകൊണ്ട് കണ്ണുനീര് തുടച്ച് സന്തോഷത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കൂ എന്ന് ടീച്ചർ പറഞ്ഞു. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ്. സബ്മിറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന് കീഴടങ്ങി. ഫാക്ട്സ്, ഇവിടെ ട്രൂത്ത്, റിയാലിറ്റി അങ്ങനെ എടുക്കുക. അത് ആ യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിച്ചു. ഏത് യാഥാർത്ഥ്യം? വീട്ടിൽ നിന്ന് പോന്നു, ഇപ്പോൾ സ്കൂളിലാണ് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിച്ചു. ആൻഡ് ദി സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടെയ്ൻമെന്റ്. ഈ ഒരു കീഴടങ്ങൽ, സബ്മിഷൻ എന്ന വാക്കിന് കീഴടങ്ങൽ എന്ന് തന്നെയാണ് അർത്ഥം. ഈ ഒരു കീഴടങ്ങൽ ഒരു തരത്തിലുള്ള സംതൃപ്തി കൊണ്ടുവന്നു. ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടെയ്ൻമെന്റ്. കണ്ടെയ്ൻമെന്റ് എന്ന് പറയുമ്പോൾ സംതൃപ്തി. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. ജീവനുള്ളവയ്ക്ക്, അത് മനുഷ്യരായാലും ശരി മറ്റ് ജീവികളായാലും ശരി, അവര് ഓട്ടോമാറ്റിക്കലി മറ്റു ജീവനുള്ളവയിലേക്ക് ആകർഷിക്കപ്പെടും. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വേർ ടു ബി മൈ ഫ്രണ്ട്സ്. ആദ്യം വന്നപ്പോൾ ഈ കുട്ടികളെല്ലാം എനിക്ക് അപരിചിതരാണ് എന്നെനിക്ക് തോന്നിയെങ്കിൽ പോലും മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ്, എൻ്റെ മനസ്സ് പെട്ടെന്ന് തന്നെ സൗഹൃദം ഉണ്ടാക്കി. വിത്ത് സച്ച് ബോയ്സ് ആസ് വേർ ടു ബി മൈ ഫ്രണ്ട്സ്. എങ്ങനെയുള്ള ബോയ്സ് ആണോ എൻ്റെ സുഹൃത്തുക്കളാവേണ്ടത് അതുപോലുള്ള ബോയ്സിനെ ഞാൻ ഇവിടെ കാണുകയും അവരുമായി എൻ്റെ ഹൃദയം ആ നിമിഷം തന്നെ സൗഹൃദം ഉണ്ടാക്കി. ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. അതുപോലെ തന്നെ ഞാൻ ഏത് പെൺകുട്ടികളെയാണോ പ്രണയിക്കേണ്ടിയിരുന്നത്, ഏത് പെൺകുട്ടികളെയാണോ ഞാൻ പ്രണയിക്കുമായിരുന്നത്, അതുപോലത്തെ പെൺകുട്ടികളുമായി ഞാൻ പ്രണയത്തിലുമായി. Then it seemed to be my misgivings had no basis. അപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ സംശയങ്ങൾക്ക്, എൻ്റെ പേടികൾക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. സ്കൂളിൽ ചെന്നു, ആദ്യം അപരിചിതത്വമൊക്കെ അനുഭവപ്പെട്ടെങ്കിലും പിന്നെ അവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഞാൻ നല്ല സൗഹൃദം തന്നെ ഉണ്ടാക്കിയെടുത്തു. അപ്പോഴാണ് എനിക്ക് എൻ്റെ പേടികൾക്കെല്ലാം യാതൊരു അടിസ്ഥാനവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലായത്. Then it seemed to me, എനിക്ക് അങ്ങനെ തോന്നി, my misgivings, എൻ്റെ സംശയങ്ങൾ അല്ലെങ്കിൽ പേടികൾ, had no basis, ഒരു അടിസ്ഥാനവും ഇല്ലാത്തവയായിരുന്നു. I had never imagined school would have this rich variety. ഇത്രമാത്രം വെറൈറ്റി, വൈവിധ്യം അത് സ്കൂളിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലായിരുന്നു. I had never imagined, ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലായിരുന്നു. School would have this rich variety,
ഇത്ര സമ്പന്നമായ വൈവിധ്യം അത് സ്കൂളിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലായിരുന്നു. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. എല്ലാ തരത്തിലുള്ള കളികളും ഞങ്ങൾ കളിച്ചു. സ്വിങ്സ്, അവിടെ ഊഞ്ഞാലുകൾ ഉണ്ടായിരുന്നു. ദ വോൾട്ടിംഗ് ഹോഴ്സ്, മരക്കുതിരകൾ, ഇതിനു മുകളിൽ കൈ കുത്തിയിട്ട് പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കാൻ സാധിക്കും. ബോൾ ഗെയിംസ്, അതുപോലെ തന്നെ പന്തുകൊണ്ടുള്ള കളികൾ, ഇതെല്ലാം ഞങ്ങൾ കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻഡഡ് അവർ ഫസ്റ്റ് സോങ്. പാട്ട് ക്ലാസ്സിൽ മ്യൂസിക് റൂമിൽ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ പാട്ട് പാടി. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യമായി ഭാഷയും പഠിക്കാൻ തുടങ്ങി. വി ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആ ഭാഷ പഠിക്കുന്നതിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം അത് ഞങ്ങൾക്ക് ലഭിച്ചു. വി സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത്. ഞങ്ങൾ ഒരു ഗ്ലോബ് കണ്ടു, ഭൂമിയുടെ ഒരു ഗ്ലോബ് കണ്ടു. വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെന്റ്സ് ആൻഡ് കൺട്രീസ്. അത് തിരിച്ച് ഞങ്ങൾ എല്ലാ രാജ്യങ്ങളും അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങളും അത് കണ്ടു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. ഞങ്ങൾ നമ്പേഴ്സ് പഠിക്കാൻ തുടങ്ങി, എണ്ണാൻ പഠിക്കാൻ തുടങ്ങി. വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്. നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ്. ഇത്തിരി നേരം ഒന്ന് ഉറങ്ങി. ആൻഡ് വോക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. അല്പനേരം ഉറങ്ങി, അതിനുശേഷം വീണ്ടും ഉണർന്നു. എന്തിനാ? ഞങ്ങളുടെ ആ സൗഹൃദം, അതുപോലെ തന്നെ സ്നേഹം, അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ, കളിക്കാൻ, പിന്നെ പഠിക്കാൻ, ഇതിനെല്ലാം വേണ്ടി. അപ്പൊ സ്കൂൾ എന്തിനെല്ലാം ഉള്ള സ്ഥലമാണ്? അവിടെ കളിക്കാൻ അവസരങ്ങളുണ്ട്, പഠിക്കാൻ അവസരങ്ങളുണ്ട്, സൗഹൃദങ്ങൾക്ക് അവസരമുണ്ട്, അതുപോലെ തന്നെ വേണമെങ്കിൽ പ്രണയിക്കാനുള്ള അവസരവും ഉണ്ട്. ആസ് അവർ പാത്ത് റിവീൽഡ് ഇറ്റ്സെൽഫ് ടു us, however we did not find it as totally sweet and unclouded. As our path revealed itself to us. അപ്പോൾ ആ ദിവസം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, നമ്മുടെ സ്കൂൾ ഡേയ്സ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ വഴി അത് സ്വയം ഞങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നപ്പോൾ, ആസ് അവർ പാത്ത് റിവീൽഡ് ഇറ്റ്സെൽഫ് ടു us, ഞങ്ങളുടെ വഴി ഞങ്ങൾക്ക് മുന്നിൽ സ്വയം തെളിഞ്ഞു വന്നപ്പോൾ, ഹവർ എന്നിരുന്നാലും, വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്. പക്ഷേ ആ വഴി മുന്നോട്ട് തെളിഞ്ഞു വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അത് മുഴുവൻ മധുരം നിറഞ്ഞതല്ല, അതുപോലെ തന്നെ മുഴുവൻ തെളിഞ്ഞതുമല്ല, അൺക്ലൗഡഡ് അല്ല. ജീവിതത്തിൽ നമുക്ക് നല്ല അനുഭവങ്ങൾ മാത്രമല്ല ഉണ്ടാവുകയുള്ളൂ, ചീത്ത അനുഭവങ്ങളും ഉണ്ടായിരിക്കും, സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടാവും, പരാജയം ഉണ്ടാവും. സ്കൂളിൽ ആദ്യം പറഞ്ഞത് കളിക്കാനും ചിരിക്കാനും സൗഹൃദം ഉണ്ടാക്കാനും പ്രണയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇത് മാത്രമല്ല പക്ഷെ ഒരു സ്കൂളിലും ഉള്ളത്. അവിടെ മത്സരങ്ങളുണ്ട്, മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇത് സ്കൂൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയാണ്. ഡസ്റ്റ് ലേഡൻ വിൻസ്, പൊടിക്കാറ്റുകൾ, ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ് കുഡ് ഹാപ്പൻ സഡൻലി. ഏത് നിമിഷവും അപ്രതീക്ഷിതമായ ആക്സിഡൻസ്, അതുപോലെ തന്നെ പൊടിക്കാറ്റ് വീശാം, ആക്സിഡൻസ് ഉണ്ടാവാം. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ. ഞങ്ങൾ എപ്പോഴും കരുതലോടെ ഇരിക്കണമായിരുന്നു. ആൻഡ് വെരി പേഷ്യന്റ്, അതുപോലെ തന്നെ നല്ല ക്ഷമയും ഉണ്ടാവണമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിംഗ് അറൗണ്ട്. എപ്പോഴും കളിക്കുകയും തമാശ പറയുകയും അതുപോലെ തന്നെ നേരം കളയാനും ഒന്നുമുള്ള ഒരു അവസരമായിരുന്നില്ല അത്. ഫൂളിംഗ് അറൗണ്ട് എന്ന് പറയുമ്പോൾ വിശേഷിച്ചൊന്നും ചെയ്യാതെ ജസ്റ്റ് നമ്മൾ അവിടെ എൻജോയ് ചെയ്ത് നിൽക്കുക, കുട്ടികളികൾ കളിച്ച് നിൽക്കുക, അതിനൊന്നുമുള്ള അവസരം മാത്രമായിരുന്നില്ല സ്കൂള്. റൈവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ. മത്സരങ്ങൾ, റൈവൽറീസ് എന്ന് പറയുമ്പോൾ മത്സരങ്ങൾ, അത് വേദനയ്ക്ക് കാരണമാവാം. കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ്, അതുപോലെ തന്നെ വിദ്വേഷവും ഉണ്ടാക്കാം. ഓർ ഗീവ് റൈസ് ടു ഫൈറ്റിംഗ്. എന്തിന്? അത് വഴക്കിലേക്ക് വരെ നീളാം. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ. ഇവിടെ പറയുന്ന വുമൺ ആരാണ്? ടീച്ചറാണ്. അവർ ചിലപ്പോഴെല്ലാം ചിരിക്കുമെങ്കിലും ഷി വുഡ് ഓഫൺ സ്കൗൾ ആൻഡ് സ്കോൾഡ്. പലപ്പോഴും അവരുടെ മുഖം ചുളിയും, അതുപോലെ തന്നെ അവരെ ചീത്ത വിളിക്കുകയും ചെയ്യും, വഴക്ക് പറയും. ഈവൻ മോർ ഫ്രീക്വൻലി ഷി വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെന്റ്. അതിനു പുറമെ വഴക്ക് പറയുക മാത്രമല്ല, പലപ്പോഴും കൂടെ ഫ്രീക്വൻലി അവർ ഫിസിക്കൽ പണിഷ്മെന്റും തരുമായിരുന്നു, അതായത് അടിക്കുമായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഫിസിക്കൽ പണിഷ്മെന്റ് അങ്ങനെ ഇല്ല. പക്ഷെ പണ്ടത്തെ സ്കൂളുകളിലെല്ലാം കുട്ടികൾ ക്ലാസ്സിൽ നല്ലതുപോലെ ഇരിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ വേണ്ടതുപോലെ പഠിപ്പിച്ച പാഠങ്ങൾ പഠിക്കാതിരുന്നാൽ ടീച്ചർമാർ വടിയെടുത്ത് തല്ലുമായിരുന്നു. ഇത് അത്തരം ഒരു കാലത്തിൽ എഴുതിയ കഥയാണ്. ദ ബെൽ റാങ് അനൗൺസിംഗ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്. അങ്ങനെ ഇരിക്കെ ബെല്ലടിച്ചു. ദ ബെൽ റാങ്, ബെല്ലടിച്ചു. അനൗൺസിംഗ് ദ പാസിംഗ് ഓഫ് ദ ഡേ, ആ ദിവസത്തെ സ്കൂൾ കഴിഞ്ഞു എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് ബെല്ലടിച്ചു. ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്, അന്നത്തെ പഠിക്കാനുള്ളതും അന്നത്തെ ജോലിയും എല്ലാം തീർന്നു. The throngs of children rushed toward the gate. ബെല്ലടിച്ചതും കുട്ടികളുടെ ആ കൂട്ടം അവര് ഗേറ്റിന് നേരെ ഓടി. which was opened again. ബെല്ലടിച്ചപ്പോൾ ആ ഗേറ്റ് വീണ്ടും തുറന്നു. I bade farewell to friends and sweethearts. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ സ്വീറ്റ് ഹാർട്ട്സ്, എനിക്ക് ഇഷ്ടം തോന്നിയ പെൺകുട്ടികൾ, അവരോടുമെല്ലാം ഗുഡ് ബൈ പറഞ്ഞു. and passed through the gate. ഗേറ്റിലൂടെ പുറത്തേക്ക് പോയി. I peered around but found no trace of my father. ഞാൻ ചുറ്റും നോക്കി, എത്തി നോക്കി,
പക്ഷെ എൻ്റെ അച്ഛൻ്റെ ഒരു ട്രേസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛനെ കണ്ടതേയില്ല. ഹു ഹാഡ് പ്രോമിസ് ടു ബി ദർ. അച്ഛൻ അവിടെ ഉണ്ടാവുമെന്ന് വാക്ക് തന്നതാണ്. അച്ഛൻ പ്രോമിസ് തന്നിരുന്നു. പക്ഷെ ഞാൻ അവിടെ എല്ലാം പരതി നോക്കിയെങ്കിലും അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛനെ കണ്ടതേയില്ല. ഐ സ്റ്റെപ്ഡ് അസൈഡ് ടു വെയിറ്റ്. ഞാൻ കാത്തു നിൽക്കുന്നതിന് വേണ്ടി, അച്ഛനെ കാത്തു നിൽക്കുന്നതിന് വേണ്ടി ഒരു വശത്തേക്ക് മാറി നിന്നു. ഐ സ്റ്റെപ്ഡ് അസൈഡ്. ഞാൻ സൈഡിലേക്ക് നിന്നു. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് അവൈൽ. ഒരു പ്രയോജനവുമില്ലാതെ ഞാൻ കുറേ നേരം കാത്തു നിന്ന് കഴിഞ്ഞപ്പോൾ ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. ഓൺ മൈ ഓൺ എന്ന് പറയുമ്പോൾ തനിച്ച്, എലോൺ. ഞാൻ സ്വയം വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. അച്ഛനെ ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തനിച്ച് തന്നെ വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ചപ്പോൾ എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ. മധ്യവയസ്കനായ ഒരു മനുഷ്യൻ കടന്നുപോയി. ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ്. ആ നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി. ഐ റിയലൈസ്ഡ്. ഞാൻ തിരിച്ചറിഞ്ഞു. ദാറ്റ് ഐ ന്യൂ ഹിം. എനിക്ക് അദ്ദേഹത്തെ അറിയാമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഹി കെയിം ടുവേർഡ് മീ. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു, സ്മൈലിംഗ്, ചിരിച്ചുകൊണ്ട്. ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ്. എന്നിട്ട് എൻ്റെ കൈ പിടിച്ചു കുലുക്കി. സെയിങ്, പറഞ്ഞുകൊണ്ട്, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. ഹൗ ആർ യു? നമ്മൾ അവസാനം കണ്ടതിന് ശേഷം ഒരുപാട് കാലമായിരിക്കുന്നു. നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. മധ്യവയസ്കനായ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു. കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ, നിനക്ക് സുഖമാണോ? വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ്. തലയാട്ടിക്കൊണ്ട്. നോഡ് ഓഫ് മൈ ഹെഡ് എന്ന് പറയുമ്പോൾ ഒന്ന് തലയാട്ടിയിട്ട്. ഐ എഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ്. ഞാനും അത് സമ്മതിച്ചു. കണ്ടിട്ട് കുറേ കാലമായി എന്ന കാര്യം ഞാനും സമ്മതിച്ചു. എന്നിട്ട് ചോദിച്ചു, ആൻഡ് യു, ഹൗ ആർ യു? നിനക്ക് എങ്ങനെ സുഖമാണോ എന്ന് ചോദിച്ചു. ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്. അപ്പം അദ്ദേഹം പറയാണ്, നിനക്ക് അറിഞ്ഞൂടെ, കണ്ടുകൂടെ, അത്ര നല്ല രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. ദൈവത്തിന് സ്തുതി. അദ്ദേഹം പറയാണ്, എല്ലാ കാര്യങ്ങളും അത്ര നല്ല രീതിയിലൊന്നും അല്ല പോകുന്നത്, എന്നാലും ദൈവത്തിന് സ്തുതി, വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എഗെയിൻ ഹി ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെന്റ് ഓഫ്. വീണ്ടും എൻ്റെ കൈ പിടിച്ചു കുലുക്കിയിട്ട് അദ്ദേഹം നടന്നുപോയി. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ വീണ്ടും ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ചു. ദെൻ കെയിം ടു എ സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്. സ്റ്റാർട്ടിൽഡ് എന്ന് പറയുമ്പോൾ ഞെട്ടിയിട്ട്, ഹാൾട്ട്, നിന്നു. ഏതാനും ചുവടുകൾ കൂടി ഞാൻ മുന്നോട്ട് വെച്ചു. പിന്നെ ഞാൻ അവിടെ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. ഗുഡ് ലോർഡ്, ദൈവമേ. വെർ വാസ് ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ഇങ്ങോട്ട് വരുമ്പോൾ, സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഇരുവശങ്ങളിലും പൂന്തോട്ടങ്ങളുള്ള ഒരു സ്ട്രീറ്റിലൂടെയാണ് വന്നിരുന്നത്. ആ സ്ട്രീറ്റ് ഇപ്പോൾ എവിടെ പോയി? വെർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു. അത് എവിടെയാണ് അപ്രത്യക്ഷമായത്? വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്. എപ്പോഴാണ് ഈ വാഹനങ്ങൾ ആ സ്ട്രീറ്റിനെ അതിക്രമിച്ച് കീഴടക്കിയത്? ഇൻവേഡ് എന്ന് പറയുമ്പോൾ അതിക്രമിച്ച് കിടക്കുക. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലീവ് അപ്പോൺ ഇറ്റ് സർഫസ്. എപ്പോഴാണ് ഹോഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുമ്പോൾ ജനക്കൂട്ടം, എപ്പോഴാണ് ഈ ജനക്കൂട്ടം ആ സ്ട്രീറ്റിൽ വന്ന് നിറഞ്ഞത്? ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്. നേരത്തെ ഈ സ്ട്രീറ്റിന്റെ വശങ്ങളിൽ കൃഷിയിടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴവിടെ ഉള്ളത് എന്താണ്? ഹിൽസ് ഓഫ് റെഫ്യൂസ്, മാലിന്യ കൂമ്പാരങ്ങളാണുള്ളത്. ആ പഴയ ഗ്രാമം പോലെ ഇരുന്ന പ്രദേശം ഒരു നഗരം പോലെയാണ് ഇപ്പോൾ കാണുന്നത്. പണ്ട് അവിടെ ഉണ്ടായിരുന്ന കൃഷിയിടങ്ങളോ പൂന്തോട്ടങ്ങളോ ഒന്നും ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിന് പകരം എന്താണ് കാണാൻ സാധിക്കുന്നത്? ധാരാളം വാഹനങ്ങൾ, ഒരുപാട് മനുഷ്യര്, അതുപോലെ തന്നെ മാലിന്യം. ഇതെല്ലാമാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് വെർ വർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേഡ് ഇറ്റ്. ആ സ്ട്രീറ്റിന്റെ വശങ്ങളിലായിട്ടുണ്ടായിരുന്ന പാടങ്ങളെല്ലാം എവിടെ പോയി? ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ. ഉയരമുള്ള കെട്ടിടങ്ങൾ അതിന്റെ എല്ലാം സ്ഥാനത്ത് വന്നിരിക്കുന്നു, അതിന് പകരമായി വന്നിരിക്കുന്നു. ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ. ഇപ്പൊ ഈ സ്ട്രീറ്റിൽ നിറയെ കുട്ടികളുണ്ട്. സർജ്ഡ് വിത്ത് ചിൽഡ്രൻ. ആൻഡ് ഡിസ്റ്റർബിംഗ് നോയ്സസ് ഷുക്ക് ദ എയർ. അതുപോലെ തന്നെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ശബ്ദങ്ങളാണ് വായുവിൽ നിറയെ. ഷുക്ക് ദ എയർ. ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിംഗ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. ഞാൻ ഈ റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന മറ്റു കാഴ്ചകളാണ് പറയുന്നത്. ഒരു ബാൻഡ്, ഒരു സർക്കസ് ഷോ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റുമായി ഒരു ബാൻഡ് മുന്നിലൂടെ കടന്നുപോയി. വിത്ത് ക്ലൗൺസ് ആൻഡ് വെയിറ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. അപ്പോൾ ആ ബാൻഡിന്റെ മുന്നിലായിട്ട് ക്ലൗൺസ്, കോമാളികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റേഴ്സ്, അവരാണ് അതിന്റെ മുന്നിലുണ്ടായിരുന്നത്. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ. പിന്നെ ഒരു ലൈൻ ഓഫ് ട്രക്സ്, കുറെ ട്രക്സിന്റെ ഒരു നിര തന്നെ. അതില് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ്, കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥര്, അവരെ വഹിച്ചുകൊണ്ടുള്ള ഒരു ട്രക്കുകളുടെ ഒരു നിര തന്നെ പതുക്കെ രാജകീയമായി ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ
ക്രോൾഡ് എന്ന് പറയുമ്പോൾ ഇഴഞ്ഞിഴഞ്ഞ്, അവര് വലിയ വേഗതയിലല്ല പോകുന്നത്. മജസ്റ്റിക്കലി എന്ന് പറയുമ്പോൾ വലിയ പ്രൗഢിയോടെ, രാജകീയമായി, അങ്ങനെയാണ് അവർ പോകുന്നത്. ദ സൈറൻ ഓഫ് എ ഫയർ എഞ്ചിൻ ഷ്രീക്ക്ഡ്. പിന്നെ കേട്ടത് ഒരു ഫയർ എഞ്ചിന്റെ സൈറൻ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. ഇത്രയും തിരക്കാണ് ഇവിടെ, ഒരുപാട് വാഹനങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇതിനിടയിൽ എങ്ങനെ ആ ഫയർ എഞ്ചിൻ ആ തീപിടുത്തം ഉണ്ടായിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നത് വ്യക്തമായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. ബ്ലേസിംഗ് ഫയർ എന്ന് പറയുമ്പോഴെന്താ, ആ തീപിടുത്തം, ആളിക്കത്തുന്ന തീയിലേക്ക് എങ്ങനെ ഈ വാഹനം അതിന്റെ വഴി കണ്ടെത്തി അങ്ങോട്ട് പോകുമെന്ന് വ്യക്തമായിരുന്നില്ല. എ ബാറ്റിൽ റേജ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ. എന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു കാറില്, അതിലെ ആ ഡ്രൈവർക്കും ആ കാറിലെ പാസഞ്ചറിനും ഇടയിൽ ഒരു ആർഗ്യുമെന്റ്, ഒരു വലിയ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെ നടക്കുകയാണ്. വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ് കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് നോ വൺ ആൻസേർഡ്. അപ്പൊ ഡ്രൈവറും പാസഞ്ചറും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ ആ പാസഞ്ചറുടെ വൈഫ് അവര് സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആരും കേട്ടില്ല, ആരും മറുപടി പറഞ്ഞില്ല. ഗുഡ് ഗോഡ്, ദൈവമേ. ഐ വാസ് ഇൻ എ ഡേയ്സ്. എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ് ഉണ്ടാവുന്നത്. ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയൊരു അവസ്ഥ, എന്താണ് കാര്യങ്ങൾ എന്നൊന്നും മനസ്സിലാവാത്തൊരു സ്ഥിതി. മൈ ഹെഡ് സ്പൺ, എന്റെ തല കറങ്ങി. ഐ ഓൾമോസ്റ്റ് വെന്റ് ക്രേസി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ. അര ദിവസത്തിൽ എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുക? ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്, പ്രഭാതത്തിനും അതുപോലെ തന്നെ അസ്തമയത്തിനും ഇടയിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. വീട്ടിലേക്ക് എത്തട്ടെ, അവിടെ ചെന്ന് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ ഒരു പക്ഷേ ഉത്തരം തരാൻ കഴിഞ്ഞേക്കും. ബട്ട് വെർ വാസ് മൈ ഹോം. പക്ഷെ എൻ്റെ വീട് എവിടെയായിരുന്നു? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോഡ്സ് ഓഫ് പീപ്പിൾ. എനിക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഉയരമുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആളുകളെയുമാണ്. എൻ്റെ വീട് എവിടെയാണ്? അതിപ്പോൾ അറിയുന്നില്ല, വീട് കാണാൻ കഴിയുന്നില്ല. ഐ ഹേസൻഡ് ഓൺ ടു ദ ക്രോസ് റോഡ്സ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബൂക്കോട. ഐ ഹേസൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ തിരക്കിട്ട് നടന്നു. ഓൺ ടു ദ ക്രോസ് റോഡ്സ്, ആ ക്രോസ് റോഡിലേക്ക്. ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബൂക്കോട, അബൂക്കോട എന്ന ആ സ്ഥലത്തിനും അതുപോലെ തന്നെ ആ പൂന്തോട്ടങ്ങൾക്കും ഇടയിലുള്ള ക്രോസ് റോഡിലേക്ക് ഞാൻ തിരക്കിട്ട് നടന്നു. ഐ ഹാഡ് ടു ക്രോസ് അബൂക്കോട ടു റീച്ച് മൈ ഹൗസ്. ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ഈ അബൂക്കോട അത് ക്രോസ് ചെയ്തിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് എത്താൻ. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡിൻ ലെറ്റപ്പ്. വുഡിൻ ലെറ്റപ്പ് എന്ന് പറയുമ്പോൾ അത് നിൽക്കുന്നേ ഇല്ല. സ്ട്രീം ഓഫ് കാർസ് എന്ന് പറയുമ്പോൾ കാറുകളുടെ ആ ഒരു ഒഴുക്ക്, നിര, അത് അവസാനിക്കുന്നേ ഇല്ല. ദ ഫയർ എഞ്ചിൻ സൈറൻ വാസ് ഷ്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് എ സ്നെയിൽസ് പേസ്. ആ ഫയർ എഞ്ചിന് അതൊരു ഒച്ചിഴയുന്ന വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പെട്ടെന്ന് എത്തുകയും വേണം. അതുകൊണ്ട് തന്നെ അതിന്റെ സൈറൻ അത് ഏറ്റവും ഉച്ചത്തിലാണ് മുഴക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് ഐ സെഡ് ടു മൈസെൽഫ്, ഇതുകൂടി കേൾക്കുമ്പോൾ ഞാൻ എന്നോട് പറയുകയാണ്, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. ആ ഫയർ എഞ്ചിൻ എന്തായാലും അവിടെ സമയത്ത് എത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നോട് പറയാണ്, ആ തീ അതിന് വേണ്ടതെല്ലാം വിഴുങ്ങിക്കോട്ടെ, അതിൽ നിന്ന് അതിന് വേണ്ട സംതൃപ്തി അതിന് ലഭിക്കട്ടെ. ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ. ആ തീജ്വാലകൾക്ക് വേണ്ടതെല്ലാം വിഴുങ്ങി അതിൽ നിന്ന് വേണ്ട സംതൃപ്തി ലഭിക്കട്ടെ. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്, ഞാൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. ഈ റോഡ് എങ്ങനെ എനിക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കും, എപ്പോൾ സാധിക്കും എന്ന് ഞാൻ വളരെ അസ്വസ്ഥതയോടെ, ഇറിറ്റേഷനോട് കൂടി ചിന്തിച്ചു. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം. ഞാൻ അവിടെ ഒരുപാട് നേരം നിന്നു. അണ്ടിൽ ദ യങ് ലാഡ് എംപ്ലോയ്ഡ് അറ്റ് ദ അയണിംഗ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ് ടു മീ. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം. റോഡ് ക്രോസ് ചെയ്യാനാവാതെ ഞാൻ അവിടെ ഒരുപാട് നേരം നിന്നു. അണ്ടിൽ ദ യങ് ലാഡ്, ദ യങ് ലാഡ് എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരനായ ഒരു കുട്ടി. എംപ്ലോയ്ഡ് അറ്റ് ദ അയണിംഗ് ഷോപ്പ്, ഇസ്തിരി ഇടുന്ന കടയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനായ ഒരു കുട്ടി. കോർണറിലുള്ള ആ ഇസ്തിരി കടയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനായ ഒരു കുട്ടി എൻ്റെ അടുത്തേക്ക് വരുന്നത് വരെ ഞാൻ അവിടെ തന്നെ നിന്നു. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെറ്റ് ഗ്യാലന്റ്ലി. അവൻ അവൻ്റെ കൈ നീട്ടി, എൻ്റെ നേർക്ക് നീട്ടി. എന്നിട്ട് ഗ്യാലന്റ്ലി, ഗംഭീരമായിട്ട് തന്നെ പറയാണ്, ധൈര്യത്തോടെ പറയുകയാണ്, ഗ്രാൻഡ് പാ, ലെറ്റ് മീ ടേക്ക് യു എക്രോസ്. മുത്തച്ഛ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാം. റോഡിന്റെ മറുവശത്തേക്ക് ഞാൻ കൊണ്ടുപോകട്ടെ. രാവിലെ സ്കൂളിലേക്ക് അച്ഛൻ്റെ കൈ പിടിച്ചു വന്ന കുട്ടിയാണ്. അതേ കുട്ടിയെയാണ് ഇപ്പോൾ മറ്റൊരു ചെറുപ്പക്കാരനായ കുട്ടി വന്നിട്ട് ഗ്രാൻഡ് പാ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടുപേരും ഒരേ ആള് തന്നെയാണോ? ഇവർ രണ്ടുപേരും ഒരേ ആള് തന്നെയാണ്. പക്ഷെ ഈ മാറ്റം അര ദിവസത്തിലല്ല സംഭവിക്കുന്നത്. നിങ്ങൾ KG ആദ്യം പോയത് അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ കൈ പിടിച്ചു വന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നതുപോലെ പലർക്കും ഓർക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ജീവിതം നമുക്ക് അങ്ങനെയാണ്, അത് പെട്ടെന്ന് കടന്നു പോകും. സമയം അത്ര വേഗത്തിലാണ് കടന്നു പോകുന്നത്. ഈ ഒരു കാര്യം വളരെ സിംബോളിക്കായി അവതരിപ്പിക്കുന്ന ബ്യൂട്ടിഫുൾ ആയ ഒരു സ്റ്റോറിയാണിത്.
ഈ കഥയിൽ ആദ്യം സ്കൂളിലേക്ക് പോകുന്ന, അച്ഛൻ്റെ കൈ പിടിച്ച് പോകുന്ന ആ കുട്ടി നമ്മളെല്ലാവരും തന്നെയാണ്. ആ കുട്ടി ജീവിതം അവിടെ തുടങ്ങുകയാണ്. പിന്നെ ആ ക്ലാസ് കഴിഞ്ഞ് അച്ഛനെ കുറേ നേരം കാത്തു നിന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അച്ഛൻ വരുന്നില്ല. അതിനർത്ഥം എന്താ? അച്ഛൻ എവിടെയാ അപ്രത്യക്ഷനായത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ അച്ഛനമ്മമാർ അപ്രത്യക്ഷമാവുന്നത് നമ്മളൊരു മധ്യവയസ്സ് പിന്നിടുമ്പോഴാണ് അല്ലേ? അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് ആ കുട്ടി അവിടെ അച്ഛനെ കാത്തു നിന്നു, അച്ഛൻ വന്നില്ല എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണം ആ കുട്ടിയുടെ പ്രായം. അവനിപ്പോൾ മധ്യവയസ്സ് കടന്നിരിക്കുന്നു. പിന്നെ നടന്നു പോകുന്നതിനിടയിൽ കാണുന്ന ആ ഒരു മിഡിൽ ഏജ്ഡ് പേഴ്സൺ, അത് പണ്ടെപ്പോഴോ ഈ കുട്ടിയുടെ കൂടെ പഠിച്ച മറ്റൊരു കുട്ടിയാണ്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവരിപ്പോഴും കാണുന്നത്. പക്ഷെ ആ പഴയ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനാവുന്നത്. ഈ കഥയിൽ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാം ഇങ്ങനെ ജീവിതത്തിലെ ഓരോ ഫേസസ് അത് എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് എന്നറിയാതെ തന്നെ കടന്നു പോയവരാണ്. നമുക്ക് പ്രായമാവുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ സ്ട്രീറ്റിന് വശങ്ങളിലായി ഉണ്ടായിരുന്നത് തോട്ടങ്ങളായിരുന്നു. ഇപ്പോൾ ഉള്ളത് എന്താ? ഇപ്പോൾ അവിടെ കെട്ടിടങ്ങളാണ്. സ്ട്രീറ്റിൽ നിറയെ വാഹനങ്ങളും അതുപോലെ ഒരുപാട് ജനങ്ങളുമാണ് ഉള്ളത്. അതായത് ഗ്രാമങ്ങൾ ഇപ്പോൾ നഗരങ്ങൾക്ക് വഴിമാറി. അതുപോലെ തന്നെ മുമ്പ് പൂക്കളാണ് തെരുവുകളുടെ വശങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ എല്ലാം മാലിന്യ കൂമ്പാരങ്ങളാണ് നിറഞ്ഞിട്ടുള്ളത്. നമുക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ പരിസരത്തിനും എല്ലാം വരുന്ന മാറ്റങ്ങൾ, അതാണ് ഈ കഥയിലൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയി റൈറ്റർ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററുമായി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.